പ്രീതികര സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കുകയാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്സും ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പഠിച്ചു. പിന്നെ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ, ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം, ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തെ ഒരു പ്രശസ്ത സമാധാന സംഘടന, പ്രത്യേകിച്ച് യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന റെഡ് ക്രോസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ആധികാരികമായി. കാരണം അന്താരാഷ്ട്ര സംഘടനകളിൽ പി എസ് സി പലപ്പോഴും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചോദിച്ചു കാണാറുള്ള ഒരു സംഘടനയാണ് റെഡ് ക്രോസ്. പിന്നെ അന്തർദേശീയ തലത്തില് ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആണ്. ഇത് കൂടാതെ മറ്റൊരു അന്തർദേശീയ തലത്തിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പരിസ്ഥിതിയിലെ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. നമുക്കേറെ പരിചിതമാണ് റെഡ് ഡേറ്റ ബുക്ക് അല്ലെ. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ജീവജാലങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതിയിലെ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന IUCN എന്ന് പറയുന്ന സംഘടന. IUCN എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കുറേയധികം മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF എന്ന് നമ്മൾ ചുരുക്കി പേരിൽ അറിയപ്പെടും. ഫീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് ആദ്യം തന്നെ പറയുന്നത് ഈ അന്താരാഷ്ട്ര സംഘടന എന്ന ടൈറ്റിൽ കാണുമ്പോൾ ഏതൊക്കെ സംഘടനയാണോ ഇതിനകത്ത് പഠിക്കേണ്ടി വരിക എന്നൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ആ സംഘടനയുടെ പേര് പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇന്ന് പഠിക്കാനുണ്ട് എന്നൊരു ഐഡിയ കിട്ടുന്നു. അതിന് വേണ്ടിയിട്ടാണ്. തുടങ്ങിയാലോ? യെസ്, നമ്മൾ ആരംഭിക്കുന്നു. റെഡ് ക്രോസ്. റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിച്ചത് 1863 ഫെബ്രുവരി 17. നോക്കിയേ, 150 വർഷത്തേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് ഈ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക്. റെഡ് ക്രോസ് എന്ന സംഘടന ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ്. രൂപീകരിക്കാൻ കാരണമായ യുദ്ധം 1859 നടന്ന സോൾഫെറിനോ യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് സോൾഫെറിനോ പി എസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റെഡ് ക്രോസ് രൂപീകരിക്കാൻ കാരണമായ യുദ്ധം ഏതാ? സോൾഫെറിനോ. 1859 നടന്ന സോൾഫെറിനോ യുദ്ധത്തിൽ ഒട്ടനവധി പേര് പരിക്കേറ്റു. അവരെ ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും ആരുമില്ല. അതുകൊണ്ട് മനസ്സലിഞ്ഞ ഹെൻറി ഡുനന്റ് തുടക്കം കുറിച്ചതായിരുന്നു റെഡ് ക്രോസ് എന്ന പ്രസ്ഥാനം. ഏത് വർഷം? 1863 ഫെബ്രുവരി 17. ഡേറ്റ് ഓർമ്മിച്ചേക്കണം, കാരണം നമ്മൾ ചിലപ്പോൾ ഡേറ്റ് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1863 ഫെബ്രുവരി 17. ഫെബ്രുവരി 17 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേരള നവോത്ഥാനത്തിൽ പഠിക്കാറുണ്ട് പൊയ്കയിൽ ലോഹനാൻ അല്ലെ. പൊയ്കയിൽ ലോഹനാൻ ജനിച്ച ദിവസമാണ് ഫെബ്രുവരി 17 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സംഘടന രൂപീകരിച്ചത് 1863 ഫെബ്രുവരി 17 എന്നാൽ റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് ഫെബ്രുവരി 17 അല്ല, എന്നാണ് മെയ് 8. റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് മെയ് മാസം 8 അത് ആരുടെ ജന്മദിനമായിരുന്നു? സ്ഥാപകനായ റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമാണ്. റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമാണ് മെയ് 8. ആ മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമായിട്ട് നമ്മൾ കണക്കാക്കുക. എന്നാൽ റെഡ് ക്രോസ് രൂപീകരിക്കപ്പെട്ടതെന്നു ചോദിച്ചാൽ 1863 ഫെബ്രുവരി 17. ഏതൊരു യുദ്ധമേഖലയിലും കടന്നു ചെന്ന് ശത്രുവെന്നോ മിത്രമെന്നോ അവിടെ പ്രസക്തിയില്ല. യുദ്ധമേഖലയിൽ പരിക്കേൽക്കുന്നവരെ ചികിത്സിക്കുക, അവരെ സംരക്ഷിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ സമാധാന നോബൽ പുരസ്കാരം കിട്ടിയത് റെഡ് ക്രോസ് എന്ന സംഘടനയ്ക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ 3 തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വിനാശകരമായ യുദ്ധം നടന്നത് 2 എണ്ണമാണ് അല്ലെ. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. ഈ 2 യുദ്ധ കാലഘട്ടത്തും റെഡ് ക്രോസിന് നോബൽ പ്രൈസ് കിട്ടി. പിന്നെ റെഡ് ക്രോസ് രൂപീകരിച്ച 100ാം വാർഷികത്തിൽ മറ്റൊരു നോബൽ പുരസ്കാരം. അങ്ങനെ 3 നോബൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സ്ലൈഡ് എന്തൊക്കെയാണ് നമ്മൾ പറയുക. രൂപീകരിച്ചത് 1861 ഫെബ്രുവരി 17. രൂപീകരിക്കാൻ കാരണമായ യുദ്ധം സോൾഫെറിനോ യുദ്ധം കണ്ട് മനസ്സലിഞ്ഞുകൊണ്ടാണ് ഹെൻറി ഡുനന്റ് റെഡ് ക്രോസ് എന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന സ്ഥാപിക്കുക. ഹെൻറി ഡുനന്റിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ആ പുസ്തകത്തിൽ ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ്.
റെഡ് ക്രോസ് എന്ന സംഘടന രൂപീകരിക്കാനുള്ള പശ്ചാത്തലമാണ് അദ്ദേഹം ആ കൃതിയിൽ പറയുക. വളരെ ഫേമസ് ബുക്കാണ് കേട്ടോ. എ മെമ്മറി ഓഫ് സോൾഫെറിനോ. റെഡ് ക്രോസിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. സ്വിറ്റ്സർലൻഡിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഹെൻറി ഡുനന്റ് സ്വിറ്റ്സർലൻഡിന്റെ ദേശീയ പതാകയുടെ മാതൃകയിലായിരുന്നു റെഡ് ക്രോസിന്റെ ചിഹ്നം രൂപവൽക്കരിച്ചത്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിന്റെ പതാകയ്ക്ക് സമാനമായ ഒരു ചിഹ്നം സ്വീകരിച്ചു. വെളുത്ത നിറത്തിലുള്ള പതാകയിൽ ചുവന്ന കുരിശ്. പക്ഷേ 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ മുതൽ പ്രധാനമായിട്ടും നമ്മുടെ ജെറുസലേം എന്ന ഭൂപ്രദേശത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കുരിശുദ്ധം നടക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ കുരിശ് ക്രോസിനെ അംഗീകരിക്കുവാൻ ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ തയ്യാറായില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ റെഡ് ക്രോസ് എന്ന സംഘടന റെഡ് ക്രോസ് എന്നതിന് പകരം എന്ത് പേരിൽ അറിയപ്പെട്ടു? റെഡ് ക്രസന്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. കേട്ടോ? അതിലേക്ക് നമുക്ക് പോകാം. അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മാതൃസംഘടന എപ്പോഴും എന്തിന്? റെഡ് ക്രോസ് തന്നെ. ഇപ്പോഴും റെഡ് ക്രോസ് തന്നെ, മാറ്റമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? റെഡ് ക്രസന്റ് എന്ന് വിളിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് പോകാം. ഒന്നുകൂടെ വിഷയം ഉറപ്പിക്കാം. റെഡ് ക്രോസ് രൂപീകരിച്ചത് 1863 ഫെബ്രുവരി 17 രൂപീകരിക്കാൻ കാരണമായ യുദ്ധം സോൾഫെറിനോ. സോൾഫെറിനോ യുദ്ധം നടന്നത് 1859 റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ഹെൻറി ഡുനന്റ് എന്ന സ്വിറ്റ്സർലൻഡുകാരൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ്, ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് മെയ് 8 ഹെൻറി ഡുനന്റിന്റെ ജന്മദിനം. ആപ്തവാക്യം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. പതാകയുടെ നിറം വെള്ളയാണ്. ചിഹ്നം റെഡ് ക്രോസ്. റെഡ് ക്രോസ് എന്ന ചിഹ്നം സ്വീകരിച്ചത് 1864. ചുവന്ന കുരിശ് എന്നർത്ഥം. വെളുത്ത പ്രതലത്തിൽ ചുവന്ന കുരിശ്. എന്നാൽ ഈ ഒരു ആശയം ഇസ്ലാമിക രാജ്യങ്ങളിൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലെ ചിഹ്നം എന്ന് പറയുന്നത് റെഡ് ക്രസന്റ് ആണ്. റെഡ് ക്രസന്റ് എന്ന ചിഹ്നം സ്വീകരിക്കുന്നത് 1929 കേട്ടോ. രൂപീകരിച്ചത് ഏകദേശം 60 വർഷങ്ങളോളം ആയപ്പോൾ. അപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ ചിഹ്നം റെഡ് ക്രസന്റ് എന്നറിയപ്പെടും. റെഡ് ക്രസന്റ് 1929 രൂപീകരിക്കാം. അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളുമല്ല, ക്രിസ്ത്യൻ രാജ്യങ്ങളുമല്ല എന്ന മറ്റു രാജ്യങ്ങളില്ലേ? എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന മതനിരപേക്ഷ രാജ്യങ്ങൾ ഉണ്ടാവും, ഇന്ത്യ പോലെ. അപ്പോൾ അത്തരം രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രോസും വേണ്ട, ക്രസന്റും വേണ്ട. ഈ ക്രസന്റ് എന്ന് പറയുന്നത് അർദ്ധചന്ദ്രക്കലയുടെ ആകൃതിയാണ് കേട്ടോ, ക്രസന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒടുവില് മതനിരപേക്ഷ ചിഹ്നമായിട്ട് 2005 റെഡ് ക്രിസ്റ്റൽ സ്വീകരിച്ചത്. ക്രിസ്റ്റലിന്റെ ആകൃതി, ക്രിസ്റ്റൽ ഡയമണ്ടിന്റെ ആകൃതി ഏകദേശം കേട്ടോ. അപ്പോ മതനിരപേക്ഷ ചിഹ്നമായി കണക്കാക്കുന്നത് റെഡ് ക്രിസ്റ്റൽ ആണ്. റെഡ് ക്രിസ്റ്റൽ സ്വീകരിച്ചതെന്നാണ് 2005. മറക്കില്ലല്ലോ. അപ്പോ റെഡ് ക്രോസ് എന്ന സംഘടന പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. പതാകയുടെ നിറം എന്ന് പറയുന്നത് വെള്ള. ചിഹ്നം റെഡ് ക്രോസ് ആണ്, ചുവന്ന കുരിശ്. സ്വീകരിച്ചത് 1864. വെളുത്ത പ്രതലത്തിൽ ചുവന്ന കുരിശാണ് പതാക. ഇസ്ലാമിക രാജ്യങ്ങളിൽ പിൽക്കാലത്ത് ചിഹ്നം സ്വീകരിച്ചു. അത് റെഡ് ക്രസന്റ് ആണ്. റെഡ് ക്രസന്റ് എന്ന ചിഹ്നം സ്വീകരിക്കുന്നത് 1929. മതനിരപേക്ഷ ചിഹ്നമായി സ്വീകരിക്കുന്നത് റെഡ് ക്രിസ്റ്റൽ ആണ്. റെഡ് ക്രിസ്റ്റൽ എന്ന ചിഹ്നം രൂപീകരിച്ചത് 2005. ഇപ്പൊ നിലവിൽ ഈ 3 ചിഹ്നം ഉണ്ടോ? ഉണ്ട്. പൊതുവായി ഉപയോഗിക്കുന്ന റെഡ് ക്രോസ് ആണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രസന്റ്. ഇനി മതനിരപേക്ഷ ചിഹ്നം വേണമെന്നുള്ളവർക്ക് അതും ഉപയോഗിക്കാം. പക്ഷെ അവിടെ ആരെയും ശത്രുവായി കണക്കാക്കുന്നില്ല. എല്ലാവരോടും കാരുണ്യം മാത്രമാണ് ഈ സംഘടന നിർദ്ദേശിക്കുന്നത്. യുദ്ധക്കെടുതിയിൽ ഇരയായവർക്ക് വൈദ്യസഹായം കൊടുക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അല്ലാതെ പരസ്പര പോരാട്ടമൊന്നുമില്ല. 1906 മുതൽ ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിർബന്ധം കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സംഘടന റെഡ് ക്രസന്റ് എന്നറിയപ്പെട്ടു. ഓക്കെ. അപ്പോ 1906 തുർക്കി ഭരിച്ചിരുന്ന ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിർബന്ധം കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? റെഡ് ക്രസന്റ്. എന്നാൽ റെഡ് ക്രസന്റ് എന്ന ചിഹ്നം സ്വീകരിച്ചത് എന്നെന്ന് നമ്മൾ പറഞ്ഞു 1929 എന്ന് പറഞ്ഞു. റെഡ് ക്രോസ് റെഡ് ക്രസന്റ് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് 1906 മുതലാണ്. എന്നാൽ റെഡ് ക്രസന്റ് എന്ന ചിഹ്നം സ്വീകരിച്ചതെന്നാണ് 1929. മറക്കരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് 1917, 1944, 1963. ഞാൻ പറഞ്ഞു 3 തവണ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത്,
രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പിന്നെ റെഡ് ക്രോസ് രൂപീകരിച്ച 100-ാം വാർഷികം. നിങ്ങൾ കാണാതൊന്നും പഠിക്കണ്ട, സിമ്പിൾ. ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ചതാണ്. ഏതോട്ട് ഇതുവരെ 1914 ആരംഭിച്ച് 18 അവസാനിച്ചു. അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് റെഡ് ക്രോസ് നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള വർഷം. ഓക്കെ, അത് മനസ്സിലെടുക്കാം. രണ്ടാം ലോക മഹായുദ്ധം ഏതോട്ട് ഇതുവരെയായിരുന്നു? 1939 മുതൽ 45 വരെ. യുദ്ധം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം എന്ത് കിട്ടി? റെഡ് ക്രോസിന് നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പൊ സമാധാന നോബൽ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് റെഡ് ക്രോസ് എന്ന സംഘടനയ്ക്കാണ്. 1917 ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, 1944 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, 1963 രൂപീകരിച്ചതിന് 100-ാം വാർഷികത്തിൽ. സെറ്റാണേ. ഹെൻറി ഡ്യുനന്റ് 1901 ആദ്യ സമാധാന നോബൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹെൻറി ഡ്യുനന്റിന് 1901 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം തുടക്കം കുറിച്ച റെഡ് ക്രോസ് എന്ന സംഘടനയ്ക്ക് 1917, 1944, പിന്നെ 1963. ശരിക്കും പറഞ്ഞാൽ ഹെൻറി ഡൊണന്റിന് 4 സമാധാന നോബലിന്റെ ക്രെഡിറ്റ് ഉണ്ടെന്ന് അർത്ഥം, അല്ലെ? അപ്പോ സമാധാന നോബൽ പുരസ്കാരം നൽകി തുടങ്ങിയത് 1901 അതില ഹെൻറി ഡൊണന്റ് വിജയിയായിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ഡൊണന്റ് ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി എന്ന് പറയുന്ന ആരാണ്? ഹെൻറി ഡൊണന്റ് ആണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920. മുൻവർഷ ചോദ്യമാണ്, മറക്കരുത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അല്ലെങ്കിൽ റെഡ് ക്രോസ് എന്ന സംഘടന ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് 1920-ലാണ്. പല സ്കൂളുകളിലും റെഡ് ക്രോസ് എന്ന സംഘടനയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അതിൽ അംഗങ്ങളായിരിക്കാം, അല്ലെ? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് ഏത് വർഷം? 1920-ആണ്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ഉറപ്പിച്ചാലോ? എന്തൊക്കെയാ നമ്മൾ പറയുക? ഹെൻറി ഡൊണന്റ് 1901 ആദ്യ സമാധാന നോബൽ പങ്കിട്ടു. സമാധാന നോബൽ കൊടുത്തു തുടങ്ങുന്ന 1901-ലാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് സമാധാന നോബൽ കിട്ടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി എന്ന് പറയുന്നത് ഹെൻറി ഡൊണന്റ് ആണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി രൂപീകരിച്ചത് 1920. പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ഉറപ്പിച്ചാലോ? 3 സ്ലൈഡുകളിലൂടെ നമ്മൾ പഠിച്ചത് റെഡ് ക്രോസ് എന്ന അന്തർദേശീയ സംഘടനയെക്കുറിച്ച്, ജീവകാരുണ്യ സംഘടന എന്ന് പറയും. റെഡ് ക്രോസ് രൂപീകരിച്ചത് 1863 ഫെബ്രുവരി 17. രൂപീകരിക്കാൻ കാരണമായ യുദ്ധം സോൾഫെറിനോ 1859. സ്ഥാപകൻ ഹെൻറി ഡൊണന്റ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ലോക റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് മെയ് 8, സ്ഥാപകനായ ഹെൻറി ഡൊണന്റിന്റെ ജന്മദിനം. ആപ്തവാക്യം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. പതാകയുടെ നിറമെന്ന് പറയുന്നത് വെള്ള, ചിഹ്നം റെഡ് ക്രോസ്. 1864 സ്വീകരിച്ചു. വെള്ള പ്രതലത്തിലെ ചുവന്ന കുരിശ്. ഇസ്ലാമിക രാജ്യങ്ങളിലെ ചിഹ്നം റെഡ് ക്രസന്റ് ആണ്. 1929 സ്വീകരിച്ചു. മതനിരപേക്ഷ ചിഹ്നമായി റെഡ് ക്രിസ്റ്റൽ സ്വീകരിച്ചത് 2005. ലക്ഷ്യം യുദ്ധക്കെടുതികളിൽ ഇരയായവർക്ക് സഹായം കൊടുക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് സ്കൂളിൽ റെഡ് ക്രോസ് ക്ലബ്ബൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് കുട്ടികൾ ഏർപ്പെടുന്നത്. 1906 മുതൽ ഇസ്ലാമിക ഒട്ടോമൻ രാജ്യങ്ങളിൽ നിർബന്ധം കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? റെഡ് ക്രസന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1906 മുതൽ. സമാധാന നോബൽ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടനയാണ്. 1917, 1944, 1963. ഹെൻറി ഡൊണന്റിന് 1901 ആദ്യ സമാധാന നോബൽ ലഭിച്ചു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശിയാണ് ഹെൻറി ഡൊണന്റ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920. സെറ്റാണേ, മറക്കില്ലാന്ന് കരുതിക്കോട്ടെ. യെസ്, നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് IUCN, പരിസ്ഥിതിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. അത്രയധികം പ്രാധാന്യമുണ്ടോ? തീർച്ചയായിട്ടും. PSC മിക്കവാറും എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ IUCN എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം ചോദിക്കും, അല്ലെങ്കിൽ അത് ഏത് വർഷം രൂപീകരിച്ചെന്ന് ചോദിക്കും, അല്ലെങ്കിൽ IUCNന്റെ പ്രവർത്തനങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ, നോക്കാം. IUCN പൂർണ്ണമായ പേര് നോക്കിയേ.
ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് സ്ഥാപിതമായത് 1948. ലോകത്തെ ആദ്യത്തെ പരിസ്ഥിതി പ്രകൃതി സംരക്ഷണ സംഘടന. ലോകത്തെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന എന്ന് ചോദിച്ചാലും ലോകത്തെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടന എന്ന് ചോദിച്ചാലും IUCN ആണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന എന്നാണ് ചോദ്യങ്ങൾ. അതെന്താണ്? ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആണ്. എന്നാൽ ലോകത്തെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയോ ലോകത്തെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടന എന്ന് ചോദിച്ചാൽ ഏതാണെടാ? IUCN ആണ്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ആദ്യ പേര് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ എന്നായിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ എന്നായിരുന്നു. 1948 രൂപീകരിച്ചപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ നാച്ചർ എന്നായിരുന്നു. എന്നാൽ 1956 ഏത് പേര് സ്വീകരിക്കുക? ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്ന IUCN എന്ന പേര് സ്വീകരിക്കുക. അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? IUCN സ്ഥാപിതമായത് 1948. ലോകത്തെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന, ലോകത്തെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടന. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. ആദ്യ പേര് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ. 1956 IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന പേര് സ്വീകരിച്ചു. എന്താണ് പ്രവർത്തനം? നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ആ ബുക്കിലെ പേജുകൾ ചുവന്ന നിറത്തിൽ മാത്രമാണോ? അല്ല, മറ്റു നിറങ്ങളും ഉണ്ട്. ആ നിറങ്ങൾ ഏതൊക്കെയെന്ന് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. റെയറായിട്ട് PSC ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. മഞ്ഞ നിറമൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. ഈ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുമ്പോഴെല്ലാം ചുവപ്പ് നിറത്തിലുള്ളതാണോ? അല്ല. നോക്കാം. കറുപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച ജീവവർഗങ്ങൾ. PSC ചോദിച്ചത് ഇങ്ങനെയാണ്. നമുക്കറിയാം വംശനാശം സംഭവിച്ചു. ഇപ്പൊ നിലവിൽ ലോകത്തില്ലാത്ത ജീവികൾക്ക് ഉദാഹരണം മാമത്ത് എന്ന് പറയുന്ന ഒരു ആന വർഗത്തിൽപ്പെട്ടത്, പിന്നെ ഡോഡോ എന്ന പക്ഷി മൗറീഷ്യസ് ദ്വീപിൽ അല്ലെ. PSC ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. ഡോഡോ പക്ഷികളെ കുറിച്ച് IUCN പരാമർശിക്കുന്നത് ഏത് നിറം ഉപയോഗിച്ചുകൊണ്ട്? അതായിരുന്നു ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച ജീവവർഗങ്ങളെ കറുപ്പ് നിറം കൊണ്ടാണ് സൂചിപ്പിക്കുക. സെറ്റാണേ. ചുവപ്പ് നിറം എന്താ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ ചുവപ്പ് നിറം. വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിക്കുന്ന ജീവവർഗങ്ങളെ സൂചിപ്പിക്കാൻ കറുപ്പ് നിറമാണ്. പക്ഷേ പറയുമ്പോൾ നമ്മൾ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചതെന്നേ പറയുന്നു. റെഡ് ഡാറ്റ ബുക്ക് അതിനകത്ത് വർഗീകരിച്ചത് എങ്ങനെയാണ്? വംശനാശം സംഭവിച്ച ജീവജാലങ്ങളാണെങ്കിൽ കറുപ്പ് നിറം, വംശനാശ ഭീഷണി നേരിടുന്നതാണെങ്കിൽ ചുവപ്പ് നിറം. ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവജാലങ്ങൾ. ഇപ്പോ വംശനാശ ഭീഷണി ഇല്ല, പക്ഷെ പെട്ടെന്ന് ഫ്യൂച്ചറിൽ വംശനാശ ഭീഷണി നേരിട്ടേക്കാം. അത്രയും ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങളെ ആംബർ അഥവാ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആംബർ എന്ന് പറയുന്ന കളർ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ എന്ന് നമ്മൾ പറയുക. ആംബർ ഗോൾഡൻ യെല്ലോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മഞ്ഞ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ. ഗോൾഡൻ യെല്ലോ എന്നാണ് ആംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മഞ്ഞ നിറം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആംബർ അല്ലെങ്കിൽ മഞ്ഞ നിറം എന്നാണ് PS ഓപ്ഷനിൽ തരാം. ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങളെ സൂചിപ്പിക്കുവാൻ എന്താണ്? ആംബർ അഥവാ മഞ്ഞ നിറമാണ്. വേറെയും നിറമുണ്ടോ? 3 നിറം പഠിച്ചു അല്ലെ? ആ 3 നിറം ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. അതാണല്ലേ. ശരിയല്ലേ? യെസ്. അപ്പോ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. ആ റെഡ് ഡാറ്റ ബുക്കില് കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ ആ ജീവജാലങ്ങളൊന്നും ലോകത്തില്ല. വംശനാശം സംഭവിച്ചത് സ്ഥിരീകരിച്ച ജീവിവർഗങ്ങൾ. ചുവപ്പ് നിറം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. ആംബർ അഥവാ മഞ്ഞ നിറം ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങൾ. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു വെള്ള നിറം.
അപൂർവമായ സ്പീഷീസുകൾ. പ്രത്യേകിച്ച് ഡേഞ്ചർ അല്ല. വംശനാശ ഭീഷണിയൊന്നുമില്ല. പക്ഷെ ലോകത്തെ ജീവജാലങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ വളരെ കുറവാ. വളരെ കുറവാ. അപൂർവമായ സ്പീഷീസുകളാണെങ്കിൽ അവയെ വെള്ള നിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. പക്ഷെ വംശനാശ ഭീഷണി ഉണ്ടോ അവിടെ? വംശനാശ ഭീഷണിയൊന്നും ഇല്ല. പക്ഷെ എണ്ണത്തിൽ വളരെ കുറവാണ്. അപൂർവമായ സ്പീഷീസുകളാണെങ്കിൽ വെള്ള നിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. മുൻപ് വംശനാശ ഭീഷണി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴ് അവയുടെ എണ്ണം കൂടി തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബംഗാൾ ടൈഗർ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ മുൻപ് വംശനാശ ഭീഷണി നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ എണ്ണം വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ അവയെ സൂചിപ്പിക്കുന്നത് പച്ച നിറം, ഡേഞ്ചർ അല്ല, സേഫ് ആണ്, സേഫ് മോഡിലേക്ക് എത്തി. കേട്ടോ? ഇനി ശരിയായി വർഗീകരിക്കാൻ മതിയായ വിവരങ്ങളില്ല. അപൂർവമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. വംശനാശ ഭീഷണി നേരിടുന്നുണ്ടോ? അതും ഉറപ്പിക്കാൻ വയ്യ. ഇനി സേഫ് ആണോ? അത്രയും എണ്ണം ഉണ്ടോ? അതും അറിയില്ല. കൃത്യമായിട്ട് കണക്കില്ല. കൃത്യമായ കണക്കില്ല. ഏതിലേക്ക് വർഗീകരിക്കാമെന്ന് കൃത്യമായ കണക്കില്ലെങ്കിൽ അത്തരം ജീവജാലങ്ങളെ ചാരനിറത്തിലാണ് സൂചിപ്പിക്കുക. കാരണം കൃത്യമായി കണക്കുകളോടുകൂടിയാണ് വർഗീകരിക്കുന്നത്. ഇനി ഏതെങ്കിലും ജീവജാലങ്ങളെ കുറിച്ച് കൃത്യമായ ഐഡിയ ഇല്ല. അത് എണ്ണം ഇത്ര തന്നെയാണോ? അതോ കൂടുതലുണ്ടോ? എന്ന് കൺഫ്യൂഷൻ നിൽക്കുന്നതാണെങ്കിൽ അത്തരം ജീവജാലങ്ങളെ ചാരനിറം കൊണ്ടും സൂചിപ്പിക്കും. കേട്ടോ? ഇത് റെയറായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായി അങ്ങനെ ക്വസ്റ്റ്യൻ കാണാറില്ല. SCERT പുസ്തകത്തിലെ ഫാക്റ്റ് ആണ്. അതായത് നമ്മുടെ സപ്ലിമെന്ററി ബുക്കിൽ വരുന്നവരാണ്. ഉപപാഠ പുസ്തകത്തിൽ. മെയിൻ പുസ്തകത്തിലല്ല, ഉപപാഠ പുസ്തകത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് തന്നു. കാണാപ്പാഠം പഠിക്കരുത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പുതിയൊരു അറിവല്ലേ. PSC ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ റെയറായിട്ടാണ് ചോദിച്ചിട്ടുള്ളൂ. സ്ഥിരമായി ചോദിച്ച് കാണാറില്ല. ഒരുപക്ഷെ ചോദിച്ചാൽ അത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. നിങ്ങളെല്ലാവരും ആ മാർക്ക് സ്കോർ ചെയ്യും. അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവിഷൻസ് ഉറപ്പിച്ചാലോ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. അല്ലെ? കറുപ്പ് നിറം വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച ജീവിവർഗങ്ങളെ സൂചിപ്പിക്കും. ചുവപ്പ് നിറം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ. മഞ്ഞ അഥവാ ആംബർ ആണെങ്കിൽ ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങൾ. അവർക്ക് ഇപ്പം നിലവിൽ ഭീഷണിയില്ല, ദുർബലരാണ്. എപ്പോഴെങ്കിലും എന്ത് ചെയ്യാം? വംശനാശം ചിലപ്പോൾ സംഭവിച്ചേക്കാം, ഉറപ്പൊന്നുമില്ല. വെള്ള നിറം അപൂർവമായ സ്പീഷീസുകളാണെങ്കിൽ വെള്ളനിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. അത് എണ്ണത്തിൽ വളരെ കുറവെന്നർത്ഥം. പച്ചനിറം മുൻപ് വംശനാശ ഭീഷണി നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ എണ്ണം വീണ്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവ പച്ചനിറം കൊണ്ട് സൂചിപ്പിക്കുന്നു. ശരിയായി വർഗീകരിക്കാൻ മതിയായ തെളിവുകളില്ല. മേൽ പറഞ്ഞതുപോലെ 4 തരത്തിൽ വർഗീകരിക്കാൻ 5 തരത്തിൽ വർഗീകരിക്കാൻ തെളിവുകളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ അവയെ ചാരനിറം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, സ്ഥാപിതമായത് 1948. ലോകത്തെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി സംഘടനയും ലോകത്തെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടനയും IUCN ആണ്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻ. ആദ്യ പേര് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ. 1956 IUCN എന്ന പേര് സ്വീകരിക്കുക. IUCN പൂർണ്ണരൂപം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച ജീവിവർഗങ്ങൾ. ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. ആംബർ മഞ്ഞനിറം സൂചിപ്പിക്കുന്നത് ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങൾ. വെള്ളനിറം സൂചിപ്പിക്കുന്നത് അപൂർവമായ സ്പീഷീസുകളെ. പച്ചനിറം മുൻപ് വംശനാശ ഭീഷണി നേരിട്ടിരുന്ന എന്നാൽ ഇപ്പോൾ അവയുടെ എണ്ണം വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുന്ന ജീവിവർഗങ്ങൾ. ചാരനിറം ശരിയായി വർഗീകരിക്കാൻ മതിയായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ജീവജാലങ്ങളെ ചാരനിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഈ സംഘടനയുടെ IUCN സാമ്യമുള്ള മറ്റൊരു സംഘടന. ആ സംഘടനയുടെ പ്രാധാന്യം ഇത്തരം ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പിലൂടെ ഫണ്ട് കണ്ടെത്തുക, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തുക. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF എന്നാണ് അറിയപ്പെടുക. WWF എന്ന പേരിൽ നമ്മൾ ചിലപ്പോ TV-യിലൊക്കെ പണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ കാണാറുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് WWE എന്നാണ് അറിയപ്പെട്ടത്. അല്ലെ? യെസ്. ഇപ്പൊ നിലവില് സ്റ്റണ്ട്, അതെ, WWF എന്നാണ് അറിയപ്പെടുക. അതല്ല, ഇത് വേറെ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈഡ് ഫണ്ട്, WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സംഘടനയെ പൊതുവായി നമ്മൾ NGO എന്നാണ് വിളിക്കുക. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. സർക്കാർ ഉദ്യോഗസ്ഥരെ ഗസറ്റഡ് പദവിയിലുള്ളവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അത് വേറെ കേട്ടോ. ഏ NGO, നോൺ ഗസറ്റഡ് ഓർഗനൈസേഷൻ ഒന്നുണ്ട്. അത് വേറെ, ഇത് വേറെ കേട്ടോ. NGO എന്ന് സാധാരണ നമ്മൾ പറയുമ്പോൾ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ഓർമ്മിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു സർക്കാർ ഇതര സംഘടന. രൂപീകരിച്ചത് 1961 ഏപ്രിൽ മാസം 29-ാം തീയതി. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. നമുക്ക് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സ്ഥാപനത്തിന് തുക നമുക്ക് സംഭാവനയായി നൽകാം. അതിന് അവരെ തുക സ്പോൺസർഷിപ്പ് ഒക്കെ സ്വീകരിക്കാറുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഫീമൻ പാണ്ട. ഇനി നിങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് വൈഡ് ഫണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഈ ഫീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള ടീഷർട്ട്, അതുപോലെ ക്യാപ്പ്, ഇതൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാറുണ്ട്. ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ജീവജാലങ്ങളുടെ ഫോട്ടോസ് ഇവർ സെല്ല് ചെയ്യും. ടീഷർട്ട് സെല്ല് ചെയ്യാറുണ്ട്, ക്യാപ്പ് സെല്ല് ചെയ്യാറുണ്ട്, അങ്ങനെ. ഓക്കെ. ഈ നമ്മുടെ ഫീമെയിൽ പാണ്ടയുടെ ചിഹ്നമുള്ള പെന്ന്, ഇതൊക്കെ ഇവര് സെല്ല് ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാണ് ചെയ്യാറ്. അല്ലാണ്ട് സ്പോൺസർഷിപ്പ് സ്വീകരിക്കും അല്ലാണ്ട്. ഓക്കെ. അപ്പോ IUCN-ഉം WWF തമ്മിലുള്ള വ്യത്യാസം എന്താ? IUCN-ഉം സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംരക്ഷണത്തിന് വേണ്ടി തന്നെ തുക സംഭാവന സ്വീകരിച്ചുകൊണ്ട് WWF പ്രവർത്തിക്കുന്നു. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സംഘടന. രൂപീകരിച്ചത് 1961 ഏപ്രിൽ 29. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻ. ചിഹ്നം എന്ന് പറയുന്നത് ഫീമെയിൽ പാണ്ട. നമ്മളൊന്ന് പഠിച്ചത് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? റെഡ് ക്രോസ് മുതൽ. റെഡ് ക്രോസ് രൂപീകരിച്ചത് 1863 ഫെബ്രുവരി 17. രൂപീകരിക്കാൻ കാരണമായ യുദ്ധം സോൾഫെറിനോ. 1859-ലാണ് യുദ്ധം. സ്ഥാപകൻ സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡുനന്റ്. അദ്ദേഹത്തിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. ലോക റെഡ് ക്രോസ് ദിനമായി കണക്കാക്കുന്നത് മെയ് 8, സ്ഥാപകനായ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനം. ആപ്തവാക്യം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. പതാകയുടെ നിറം വെള്ള. ചിഹ്നം റെഡ് ക്രോസ്, ചുവന്ന കുരിശ്. സ്വീകരിച്ചത് 1860. വെളുത്ത പ്രതലത്തിലെ ചുവന്ന കുരിശ് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക രാജ്യങ്ങളിലെ ചിഹ്നം എന്ന് പറയുന്നത് റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ് എന്ന ചിഹ്നം സ്വീകരിക്കുന്നത് 1929-ലാണ്. മതനിരപേക്ഷ ചിഹ്നമായി കണക്കാക്കുന്നത് റെഡ് ക്രിസ്റ്റൽ ആണ്. 2005 മുതൽ സ്വീകരിച്ചു. റെഡ് ക്രോസ് എന്ന സംഘടനയുടെ ലക്ഷ്യം യുദ്ധക്കെടുതികളിൽ ഇരയായവർക്ക് സഹായം കൊടുക്കുക, കൂടാതെ യുദ്ധമേഖലയിലോ അല്ലാതെയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. 1906 മുതൽ തുർക്കി ഭരിച്ചിരുന്ന ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആവശ്യപ്രകാരം ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് എന്ന സംഘടന റെഡ് ക്രസന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സമാധാന നോബൽ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച സ്ഥാപനമാണ്. 1917, 1944, 100-ാം വാർഷികം 1963. ഹെൻറി ഡുനന്റിന് ആദ്യ സമാധാന നോബൽ പുരസ്കാരം തന്നെ ലഭിച്ചു 1903. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ഡുനന്റ് ആണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് 1920. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, സ്ഥാപിതമായത് 1948. ലോകത്തെ ആദ്യ പരിസ്ഥിതി സംരക്ഷണ സംഘടനയും ലോകത്തെ ആദ്യത്തെ പ്രകൃതി സംരക്ഷണ സംഘടനയും IUCN തന്നെ. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻ. ആദ്യ പേര് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ. 1956-ലാണ് IUCN, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന പേര് സ്വീകരിക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച ജീവിവർഗങ്ങളെ. ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ. ആംബർ അഥവാ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ദുർബലമായി കണക്കാക്കപ്പെടുന്ന ജീവിവർഗങ്ങൾ. വെള്ളനിറം അപൂർവമായ സ്പീഷീസുകൾ. ഭീഷണിയൊന്നുമില്ല, പക്ഷേ എണ്ണത്തിൽ കുറവാണ് ലോകത്ത്. പച്ചനിറം മുൻപ് വംശനാശ ഭീഷണി നേരിട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അവയുടെ എണ്ണം വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുന്ന ജീവിവർഗങ്ങൾ. ചാരനിറം സൂചിപ്പിക്കുന്നത്
ശരിയായി വർഗീകരിക്കാൻ മതിയായ തെളിവുകളില്ല, വിവരങ്ങൾ ലഭ്യമല്ലാത്ത ജീവിവർഗങ്ങൾ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി രൂപം കൊണ്ട സർക്കാർ ഇതര സംഘടന. രൂപീകരിച്ചത് 1961 ഏപ്രിൽ 29. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. IUCN എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് തന്നെയാണ്. ശരിയാണോ? അല്ലെ? യെസ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും സ്വിറ്റ്സർലൻഡ് ഗ്ലാൻഡ് തന്നെയാണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ടയും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട 3 സംഘടനകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചുറപ്പിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കൃത്യമായി പഠിക്കുക. തുടർന്ന് നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക. മറന്നു പോകരുത്. എല്ലാ സംഘടനകളും പ്രാധാന്യമുണ്ട്. യെസ്. ബൈ ബൈ.